ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് ട്രംപിൻ്റെ ഉറപ്പ്. ഇരു നേതാക്കളും ന്യൂയോർക്കിൽ വെച്ച് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. സന്ദർശിക്കും, കാര്യങ്ങൾ സംസാരിക്കും, ചർച്ച ചെയ്യും എന്നൊക്കെ. ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം, ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങണം, ഒരുമിച്ചാണോ ഒറ്റക്കാണോ എന്ന കാര്യങ്ങൾ ചർച്ചയിൽ വരും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനലായിരിക്കുന്ന വ്യക്തിയാണ്. അത് ഗസയിലെ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തതിന് ദക്ഷിണാഫ്രിക്ക നൽകിയിരിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയിരിക്കുന്ന 2 കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് 20 അംഗ മജിസ്ട്രേറ്റുമാർ അല്ലെങ്കിൽ ജഡ്ജിമാർ വിധി പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു ജഡ്ജി കൂടി ഉണ്ടായിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിലെ ജഡ്ജിമാരാണ് ഇപ്പോൾ ICCയിൽ ഉണ്ടാവുന്നത്. അവരാണ് ഈ വിധി പറഞ്ഞത്. അറസ്റ്റ് വാറണ്ട് ഏത് രാജ്യത്തേക്ക് പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യണം, വിചാരണ ചെയ്യണം, ജയിലിൽ കിടത്തണം. അതുതന്നെയാണ് അതായത് തെളിയിക്കപ്പെട്ടതാണ്. വംശീയ ഹത്യ അതുമായി ബന്ധപ്പെട്ട് പ്രസംഗം നടത്തി, പ്രചാരണം നടത്തി, റിപ്പോർട്ട് കൊടുത്തു, മീഡിയക്കാർക്ക് മുമ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ ഫുട്ടേജ് അടക്കമാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു. കേസ് 2-3 ആഴ്ചത്തേക്ക് വീണ്ടും മാറ്റിവെച്ച് നമുക്കറിയാം. പിന്നീട് അതിന് വിധി പറഞ്ഞു. ആ വിധിയിൽ ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ള വ്യക്തിയാണ് നെതന്യാഹു. ആ നെതന്യാഹുവിന് ലോകത്ത് ഏത് രാജ്യത്തിലേക്ക് പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകാതിരിക്കും. പിന്നെ ആകാശം ഉപയോഗിച്ചാൽ പോലും അതിനെ വെടിവെച്ചിടുക എന്നൊക്കെ അറ്റകൈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക ICCയുടെ അംഗത്വ രാജ്യമല്ല, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അംഗത്വ രാജ്യമല്ല അമേരിക്ക. അതുകൊണ്ട് ഈ വിധി പാലിക്കേണ്ട കാര്യമില്ല എന്നാണ് അമേരിക്കയുടെ പക്ഷം. ഇസ്രായേൽ മുമ്പ് ICCയിൽ അംഗത്വം ഉണ്ടായിരുന്നു. പിന്നീട് മറ്റെന്തോ കാരണത്താൽ അതിൽ നിന്ന് അംഗത്വം പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ ഈ 2 രാജ്യങ്ങളും നിലവിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗത്വമുള്ള രാജ്യമല്ല എന്നതിനാൽ ഈ വിധി തങ്ങൾക്ക് ബാധകമല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി മറ്റൊരു രീതി പറഞ്ഞാൽ, അംഗത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യോ? അത് അറസ്റ്റ് ചെയ്യുകയില്ല. പകരം ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യഭരണാധികാരികൾക്കെതിരെ ആയിരുന്നു ക്രിമിനൽ കോടതിയുടെ വിധിയെങ്കിൽ അമേരിക്ക തന്നെ അത് അറസ്റ്റ് ചെയ്യില്ലേ? അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 നീതിയാണ് വരുന്നത്. സ്വന്തം രാജ്യം അത് നിലനിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം ഭരണ സംവിധാനം നിലനിൽക്കണം. ആ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എത്ര മോശപ്പെട്ട പ്രവർത്തികളും ചെയ്യാം, വിഷയമൊന്നുമില്ല. മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്കത് വിനാശകരമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നെതന്യാഹു ട്രംപുമായിട്ട് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യമാണ്. അഥവാ ഇറാനിൽ നിന്ന് ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യമായി ഇറാൻ നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങളും തങ്ങളുടെ രാജ്യവും തങ്ങളുടെ രാജ്യ സംവിധാനവും സുരക്ഷിതമല്ല. ആയതിനാൽ എന്ത് ചെയ്യണം? ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കണം. അത് ഭാവിയിൽ അമേരിക്കക്കും ഗുണം ചെയ്യുന്നതാണ്. ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നത്. മേഖല വെച്ചാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇത്ര വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചാൽ അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കും എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാവുകയും ചെയ്യും. ഈ കാര്യമൊക്കെ ട്രംപ് പറയുന്നുണ്ട് എന്നാണ്. ഇത് ട്രംപിന് അറിയാത്ത, നെതന്യാഹു പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ട്രംപിന് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ഈ വിഷയം ഒന്നും കൂടി ആവർത്തിച്ച് പറയുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുള്ളതാണ്. രണ്ടാമത്തത്, ഗാസയിലെ സ്ഥിതി ഇപ്പോഴത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തും. ഗാസയിൽ ഇപ്പോഴും അക്രമവും ഒറ്റപ്പെട്ട രീതിയിലുള്ള വെടിവെപ്പ് കാര്യങ്ങളും മരണവും നടക്കുന്നുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു യുദ്ധ സംവിധാന കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ലോകത്താകമാനുള്ള സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന സമയത്ത് വലിയ പ്രാധാന്യം ഗസ വിഷയത്തിൽ നൽകുന്നില്ല എന്നുള്ളതാണ് സംഭവം. അവിടെ ഇപ്പോഴും വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പല മേഖലകളിൽ 40-45% ഗസ ഭൂപ്രദേശത്തിൻ്റെ മേഖലകളിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യമുണ്ട്.
ആ സൈന്യം ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഹമാസുമായി ഏറ്റുമുട്ടുന്നുണ്ട്. അവർ ചില ബങ്കറുകൾ രാത്രികാലങ്ങളിൽ പരിശോധിക്കാൻ വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്, മരണം വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒറ്റപ്പെട്ട രീതിയിലായതുകൊണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടി ആരും കേൾക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾ ഇറാൻ്റെ ഭീഷണി പറഞ്ഞു. അടുത്തതെന്ന് വെച്ചാൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ലെബനാനിലെ ഈ സൈനിക ശക്തി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിപുലീകരിച്ചുകൊണ്ട് വിശാലമാക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് രൂപപ്പെടുത്തണമെങ്കിൽ ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാകണം. അതില്ലാതാകാൻ തങ്ങൾ ലെബനാനിൽ കയറി ആക്രമിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇറാൻ വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുക മാത്രമല്ല അമേരിക്കയുടെ കരാർ ലംഘനമാണ് എന്നത് പറയുന്നു. അതിൻ്റെ പ്രയാസകരമായിരിക്കുന്ന കാര്യങ്ങൾ അതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതാണ്. അടുത്തത് വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്കിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നടക്കുന്നത്. അഥവാ പാലസ്തീനികളുടെ ഭൂപ്രദേശം വീണ്ടും പിടിച്ചെടുക്കൽ തുടങ്ങിയിട്ടുണ്ട്, സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പരമാവധി പ്രദേശം ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് ആക്കുന്ന ആ ശ്രമത്തിനിടയിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, വെടിവെപ്പ് ഉണ്ടാകുന്നു, മരണം ഉണ്ടാകുന്നുണ്ട്, പിന്നെ അറസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പാലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ സാധാരണഗതിയിൽ ഇസ്രായേൽ അത് രേഖപ്പെടുത്താറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനി രേഖപ്പെടുത്തിയെങ്കിൽ തന്നെ പല ഘട്ടങ്ങളിലും അത് വിചാരണക്കെത്താറില്ല. വിചാരണക്കെത്തിയാൽ തന്നെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് വധശിക്ഷയുടെ വിധിയാണ് ഉണ്ടാവാറുള്ളത്. പിന്നീട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പ്രതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും വലിയ അന്വേഷണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായിരിക്കുന്ന വിവരം കിട്ടാറില്ല. അഥവാ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഈ പാലസ്തീൻ അതോറിറ്റിയുടെ കൺട്രോളുള്ള ആ പ്രദേശത്ത് ഒരു ജയിലില്ല, കോടതിയില്ല, വിചാരണയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല, ഒരു എയർപോർട്ടില്ല, ഒരു സീപോർട്ടില്ല, ഒരു ഹെലികോപ്റ്ററില്ല, ഒരു വിമാനമില്ല. അല്ലെ പറയുന്ന സമയത്ത് പാലസ്തീൻ രാഷ്ട്രം എന്നൊക്കെ പറയും, പക്ഷെ ഒന്നുമില്ല. എന്നിട്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിലെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ കോടതിയിൽ വെച്ച വിചാരണ കാര്യങ്ങൾ നടത്തുന്നത്. നീതി ഒരിക്കലും പാലസ്തീനികൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മരണപ്പെട്ട് കഴിഞ്ഞ മൃതദേഹം അല്ലെങ്കിൽ മയ്യത്ത് പാലസ്തീനികൾക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും പാലസ്തീൻ ഗസയിലെ ഹമാസിൻ്റെ ആളുകൾ പരിശോധിക്കുന്ന സമയത്ത് ആന്തരികാവയവങ്ങൾ പോലും മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ആൻ്റണിയോ ഗുട്ടറസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഹമാസിൻ്റെ ആക്രമണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ല, അതിന് ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇന്നിൽ നിന്നല്ല, അതായത് 2023 ഒക്ടോബർ 7 അല്ല പലസ്തീൻ ഉണ്ടാകുന്നത്. അതിൻ്റെ പുറകോട്ട് നടക്കണം. അപ്പോൾ അവരെന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ആൻ്റണിയോ ഗുട്ടറസ് പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് ഈ ഹമാസ് പറയുന്നൊരു കാര്യമുണ്ട്. 10,000-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ട മാരകമായിരിക്കുന്ന ഒരു വംശീയ ഹത്യ തന്നെയാണ് ഇസ്രായേൽ ഗസക്കകത്ത് നടത്തിയത്. അപ്പോൾ നടത്തിയോടനുബന്ധിച്ച് അവർ പറഞ്ഞു, ഇപ്പോഴാണ് പലസ്തീനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നത്, ഇപ്പോഴാണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് ലോകം അന്വേഷിക്കുന്നത്. ഞങ്ങളിതൊക്കെ എല്ലാ കാലത്തും വിളിച്ചു പറയുന്നതാണ്. ഞങ്ങൾക്ക് നീതിയില്ല, ഞങ്ങൾക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്, കറണ്ട് നിഷേധിക്കുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്, മരുന്ന് നിഷേധിക്കുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അടിച്ചു കൂട്ടുന്നുണ്ട് ഒക്കെ. അങ്ങനെ അവരുടെ അണ്ടറിലുള്ള ഒരു പ്രദേശം തന്നെയാണ് ഗസ എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ അണ്ടറിൽ. അഥവാ നമുക്ക് ഗസയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ വിസ വേണം, വെസ്റ്റ് ബാങ്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ വിസ വേണം, പാലസ്തീൻ്റെ വിസ അല്ല വേണ്ടത്. അവരുടെ അനുമതി പത്രം അതിർത്തി കടന്നാൽ അങ്ങോട്ട് കയറാൻ വേണ്ടി ഇത് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ അണ്ടറിലാണ് ഇപ്പോഴും ഈ ദേശങ്ങളെല്ലാം ഉള്ളത്. ഗസ എന്ന് പറയുന്ന ദേശവും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ദേശവും പറയുന്ന സമയത്ത് ഫലസ്തീനാണ്. അത് ഫലസ്തീൻ രാജ്യം എന്നൊക്കെ പറയും. 168ഓളം രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ UN സഭയിൽ അംഗീകരിച്ചിട്ടുണ്ട്. 200ഓളം രാജ്യങ്ങളിൽ 168 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടും അതിനൊരു രാജ്യമായിട്ട് ഇസ്രായേലോ അമേരിക്കയോ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് രാജ്യമായിട്ടുമില്ല. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിക്കുകയും അത് നിർമ്മിക്കുകയും അതിന് രൂപകൽപ്പന ചെയ്യുകയും അങ്ങനെ ഒരു രാജ്യമുണ്ട് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത രാജ്യത്തിൻ്റെ പേരാണ് ബ്രിട്ടൻ, കിങ്ഡം ഓഫ് ബ്രിട്ടൻ. ആ ബ്രിട്ടൻ പോലും ഇപ്പോൾ പാലസ്തീനൊപ്പമാണ്, ഇസ്രായേലിനൊപ്പമല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമേരിക്ക സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെപ്രാളത്തിലാണ് രണ്ട് രാജ്യത്തിലെ ഭരണാധികാരികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങൾ പങ്കുവെക്കുക എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഞാനിത് മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ പുതിയതായിരിക്കുന്ന ഒരു യുദ്ധതന്ത്രങ്ങൾ ഇവർ രണ്ടാൾ തലച്ചോറിലും ഇല്ല. ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇറാനെതിരെ അവർ പ്രയോഗിക്കും.
പുതുതായിരിക്കുന്ന ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള എന്തെങ്കിലും ഒരു തലച്ചോറുകളോ സൈനികപരമായിരിക്കുന്ന ശക്തിയോ ബുദ്ധിയോ ഉള്ള രണ്ട് ഭരണാധികാരികളാണ് നെതന്യാഹു ട്രംപ് എന്ന് ലോകം വിശ്വസിക്കുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ 15-20 ദിവസം കൊണ്ട് അത് അവസാനിക്കുകയായിരുന്നു. ഇറാഖിനെ എത്ര വേഗമാണ് കീഴ്പ്പെടുത്തിയത്? അതെന്ത് കഴിഞ്ഞു? സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാത്ത രാജ്യമൊന്നുമല്ല ഇറാഖ് എന്ന് പറയുന്നത്. അത് സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പടക്ക് തുല്യമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയുമാണ് സദ്ദാം ഹുസൈൻ്റെ സൈനിക ഗാർഡുകൾക്കുണ്ടായിരുന്നത്. റിപ്പബ്ലിക് ഓഫ് ഗാർഡ് എന്ന് പറയുന്ന ആ ഗാർഡിനുണ്ടായിരുന്നത്. അവിടെ നിന്ന് കിട്ടിയ വളരെ കൃത്യമായിരിക്കുന്ന പ്രാക്ടിക്കലോട് കൂടിയിട്ട് തന്നെയാണ് സദ്ദാം ഹുസൈൻ്റെ സൈനിക പട ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും സദ്ദാം ഹുസൈന് നേരെ വധശ്രമം നടന്നിട്ടുണ്ട്. ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രതിപക്ഷ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ചില അറബ് രാജ്യങ്ങളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് സദ്ദാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതെല്ലാം ഒതുങ്ങിപ്പോയത് ഈ സൈനികപരമായിരിക്കുന്ന ബലത്തിൻ്റെ കാരുണ്യത്തിലാണ്. വളരെ രഹസ്യമായിരിക്കുന്ന, അതീവ രഹസ്യമായിരിക്കുന്ന ഒരു പേഴ്സണൽ ട്രൂപ്പ് തന്നെ ഇറാഖിൽ പ്രവർത്തിച്ചിരുന്നു സദ്ദാം ഹുസൈൻ്റെതായിട്ട്. ആ ട്രൂപ്പാണ് ഏകദേശം 100-ലധികം, 100ഓളം എന്ന് പറയുന്നുണ്ട്, 100-ലധികം എന്ന് പറയുന്നുണ്ട്. അത്രയും സൈനികർ വ്യത്യസ്ത കാലത്ത് റിട്ടയർഡ് ആയവരും അല്ലാത്തവരും ആ ഭരണ സംവിധാനത്തിലുള്ള കാലത്ത്, അതായത് സദ്ദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിയുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് ഈ രഹസ്യ പോലീസ് കണ്ടെത്തിയത് രഹസ്യമാക്കി വെച്ചു. എന്നിട്ട് ഒരു ഹാളിലേക്ക് ഇത്തരം എല്ലാ സൈനികരെയും, സാധാ സൈനികരെയും ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട സൈനികരെയും അല്ലാത്തവരെയും എല്ലാവരും ആളിലേക്ക് വിളിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ഫുട്ടേജൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ ഒരു വിചാരണ നടത്തുന്ന സമയത്ത് ആദ്യം തന്നെ സദ്ദാം ഹുസൈൻ സംസാരിക്കുന്നു, എന്നെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അയാൾ കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സദസ്സിൻ്റെ അകത്ത് 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. സ്റ്റേജിൻ്റെ അകത്ത് കുറഞ്ഞ ആൾക്കാർ, 2-3 ആൾ സൈനികരും സദ്ദാം ഹുസൈൻ അവരുടെ യൂണിഫോമിലാണ് വന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് സംസാരിച്ചു. വളരെ കൃത്യതയോടുകൂടി ഭരണ സംവിധാനം നടത്തുകയും രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നെ വധിക്കാൻ ശ്രമിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവർ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് 2-3 മിനിറ്റ് സംസാരിച്ച് കരഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈനെ കണ്ണൊക്കെ തുടച്ചിട്ട് കസാരയിരിക്കുന്നു. പിന്നീട് ഒരാൾ കയറി വരുന്നു. ആ കയറി വരുന്ന ആളായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആൾ. അതറിയുന്ന ആൾ ഇതിലെ പ്രതിയായിരിക്കുന്ന ആളാണ്. ഞാനാണ് ഇതിന് നേതൃത്വം നൽകിയത്, എന്നിലൂടെയാണ് ഉണ്ടെന്നൊക്കെ ഇയാൾ പിന്നെ സംഭവിച്ചു. അതായത് പേഴ്സണൽ ട്രൂപ്പാണ്. എന്നിട്ട് ഇയാൾ വിളിച്ചു പറയാം ഓരോരുത്തരെ, സദ്ദാം ഹുസൈനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇന്ന വ്യക്തിയാണ്. ആ പറയുന്ന വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്ന ആ സദസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു 300ഓളം, ഏകദേശം ഒരു 300ഓളം ആളുള്ള ഒരു ഹാളാണ്. ആ വീഡിയോ ഞാൻ കണ്ടൊരു വൈകാരികമായിരിക്കുന്നൊരു വീഡിയോ ആണ്. അയാൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾ പിന്നീട് ആ ഗേറ്റിൻ്റെ അടുത്ത് ആ ഹാളിൽ നിന്ന് പുറത്തോട്ട് പോകണം. അങ്ങനെ ഒരു 40, 45, 60, 65 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. 100ഓളം ആളുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ വിളിക്കുന്നു. ആളുകൾ പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞ ഉദ്ദേശം അദ്ദേഹത്തെ വധിക്കുക എന്നുള്ള വധശ്രമമല്ല, വധശിക്ഷ. അതാണ്. കാരണം വെച്ചാൽ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് ഗൗരവമുള്ള വിഷയം തന്നെയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു വരുന്ന കാര്യം, അത്രയും ശക്തമായിരിക്കുന്ന ഭരണ സംവിധാനത്തെ പോലും അട്ടിമറിച്ച അമേരിക്കക്ക് ഇറാനിൽ പിയച്ചത് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.